ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. പക്ഷെ മറ്റുള്ളവരെ പോലെയല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു സീക്രട്ട് വെപ്പണുണ്ട്. ആ വെറും കടലാസ് കഷ്ണത്തെ ഒരു ഗോൾഡൻ ടിക്കറ്റാക്കി മാറ്റാൻ കഴിവുള്ള കുറച്ചു വാക്കുകൾ. അപ്പോ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. കാരണം ലോട്ടറി അടിക്കാൻ സഹായിക്കുന്ന വളരെ പവർഫുള്ളായ ഒരു രഹസ്യവിദ്യയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. വെറും വാക്കുകൾക്ക് ഒരാളെ ലോട്ടറി വിജയിയാക്കാൻ പറ്റുമോ? ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം തോന്നാം. പക്ഷെ ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം കയ്യിലുള്ളൊരു സ്ത്രീയുണ്ടായിരുന്നു. നമുക്ക് ഹെലൻ ഹാഡ്സലിനെ പരിചയപ്പെടാം. ഇവര് വെറുതെ ഭാഗ്യം കൊണ്ട് വിജയിച്ച ഒരാളല്ല, മറിച്ച് തന്റെ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് സ്വന്തമായി ഭാഗ്യം സൃഷ്ടിച്ചെടുത്ത ഒരാളാണ്. ലോട്ടറി അടിക്കാനുള്ള രഹസ്യം അവരുടെ കയ്യിലുണ്ടായിരുന്നു. ഹെലനെ ആളുകൾ വിളിച്ചിരുന്നത് മത്സരങ്ങളുടെ രാജ്ഞി എന്നായിരുന്നു. എന്തുകൊണ്ടാണെന്നോ? കാരണം അവർ നേടിയത് ഒന്നോ രണ്ടോ ലോട്ടറിയല്ല, ഒരു സ്വപ്നവീട്, ലോകം മുഴുവൻ കറങ്ങാനുള്ള യാത്രകൾ, കാറുകൾ, ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകും. ഇത് വെറും ഭാഗ്യമല്ലെന്ന് ആർക്കും മനസ്സിലാവുമല്ലോ, അല്ലേ? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും, ഇത് മറ്റേ ലോ ഓഫ് അട്രാക്ഷൻ സംഭവം തന്നെയല്ലേന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് നിങ്ങൾ ഇതുവരെ കേട്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ആർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന കൃത്യമായ സ്റ്റെപ്പുകളുള്ള ഒരു രീതിയാണിത്. ഹെലന്റെ ഈ രീതിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന ഒന്നാണ് വാക്കുകൾ. പക്ഷേ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലിയ ശക്തി അവയ്ക്കുണ്ട്. ഹെലന്റെ വിശ്വാസം എന്തായിരുന്നു വെച്ചാൽ, നമ്മുടെ വാക്കുകൾ വെറും ശബ്ദങ്ങളല്ല, അത് ഊർജമാണ്. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും വികാരങ്ങളും ഒക്കെ നിറച്ചുവെച്ച കുഞ്ഞൻ പവർ ഹൗസുകൾ. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന ഓരോ സന്ദേശമാണ്. ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ചു നോക്കിക്കേ. നമ്മൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, അയ്യോ എനിക്കൊന്നും കിട്ടൂലെന്നൊക്കെ, അല്ലേ? ഹെലൻ പറയുന്നത് ഈ വാക്കുകൾ വിജയത്തിലേക്കുള്ള വഴിയിൽ നമ്മൾ തന്നെ പണിയുന്ന മതിലുകളാണെന്നാണ്. പക്ഷേ ഈ ഭാഷ നമുക്ക് മാറ്റിയെഴുതാം. ഞാനൊരു വിജയിയാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പ്രപഞ്ചത്തിന് കൊടുക്കുന്ന സന്ദേശം തന്നെ അങ്ങ് മാറും. അപ്പോ ഇത് വെറുതെ കണ്ണാടി നോക്കി ഞാൻ വിജയിയാണ് എന്ന് പറയുന്ന പോലെ അല്ല, അതിനേക്കാളൊക്കെ ഒരുപാട് പവർഫുള്ളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ വിജയത്തിനു വേണ്ടി റീവയർ ചെയ്യുന്ന പോലെയാണ്. അപ്പോ വാക്കുകൾ മാത്രം മതിയോ? പോരാ. ഹെലന്റെ ഈ ഒരു സീക്രട്ട് ഫോർമുലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത ചേരുവ, അതാണ് വികാരം. വാക്കുകൾക്ക് ജീവൻ കൊടുക്കുന്നത് വികാരങ്ങളാണ്. നിങ്ങളുടെ സബ്കോൺഷ്യസ് മൈൻഡ്, അതായത് ഉപബോധ മനസ്സ്, നിങ്ങൾ പറയുന്ന വാക്കുകളെയല്ല ശ്രദ്ധിക്കുന്നത്, അതിനകത്തുള്ള ഫീലിങ്ങിനെയാണ്. അതൊരു ലൈ ഡിറ്റക്ടർ മെഷീൻ പോലെയാ. വെറുതെ പറഞ്ഞാ അത് വിശ്വസിക്കില്ല. അതുകൊണ്ട് ആത്മാർത്ഥമായ വികാരത്തോടെ വാക്കുകൾ പറഞ്ഞാൽ മാത്രമേ അതിനെ കൺവിൻസ് ചെയ്യാൻ പറ്റൂ. ഞാനൊരു ലോട്ടറി വിജയിയാണ് എന്ന് പറയുമ്പോൾ അത് വെറുതെ പറയരുത്. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാൽ എന്ത് ചെയ്യും? ചിലപ്പോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും, അല്ലെങ്കിൽ ഉറക്കെ നിലവിളിക്കും. ആ ഒരു ഫീലിംഗ്, ആ ഒരു എക്സൈറ്റ്മെന്റ്, അത് നിങ്ങൾ ഈ വാക്കുകൾ പറയുമ്പോഴും അനുഭവിക്കണം. വേണമെങ്കിൽ എഴുന്നേറ്റ് ഡാൻസ് ചെയ്യ്. ഇതാണ് ഈ ടെക്നിക്കിലെ ഒരു മാജിക് പാർട്ട്. നിങ്ങൾക്ക് ആ സമ്മാനം കിട്ടുന്നതിനു മുൻപേ അതിന് മനസ്സ് നിറഞ്ഞ് നന്ദി പറയുക. ആ പണം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പോകുന്ന നല്ല കാര്യങ്ങളോർത്ത് ഹൃദയത്തിൽ തൊട്ട് നന്ദി പറയുക. ഇത് നിങ്ങളുടെ ആഗ്രഹത്തിന് 10 ഇരട്ടി ശക്തി കൊടുക്കും. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ വാക്കുകളുണ്ട്, വികാരങ്ങളുണ്ട്. ഇനി ഇതിനെല്ലാത്തിനും ബലമായിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം. നിങ്ങളുടെ ഉപബോധ മനസ്സ് ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണെന്ന് വിചാരിക്കുക. അതിലൊരു പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഒരൊറ്റ തവണ ശ്രമിച്ചാൽ മതിയോ? പോരാ, ദിവസവും ചെയ്യണം. ജിമ്മിൽ പോയി മസിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ സ്ഥിരമായ പരിശീലനം അത്യാവശ്യമാണ്. അതായത് നിങ്ങൾ ഓൾറെഡി വിജയിച്ച മട്ടിൽ ജീവിക്കുക. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. വിജയം ആഘോഷിക്കാൻ ഒരു ഷാമ്പയിൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചാലോ? ഓരോ തവണയും ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ആ ബോട്ടിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കും, ഹേയ് ഞാനൊരു വിജയിയാണെന്ന്. ഇത് ലോട്ടറി അടിച്ചാൽ എന്ന ചിന്തയിൽ നിന്ന് മാറി ലോട്ടറി അടിക്കുമ്പോൾ എന്ന ഉറപ്പിലേക്ക് നിങ്ങളെ എത്തിക്കും. ശരി, അപ്പൊ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇതെങ്ങനെ പ്രാക്ടിക്കലായി ചെയ്യാമെന്ന് നോക്കാം. ഇതാ നിങ്ങൾക്കുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ്. ഒന്നാമത്തേത്, നിങ്ങൾക്ക് ശരിക്കും ഒരു പവർ തരുന്ന വാക്കുകൾ കണ്ടെത്തുക. 2, ഇതിനായി എല്ലാ ദിവസവും ഒരേ സമയം ഒരേ സ്ഥലം തിരഞ്ഞെടുക്കുക. 3, കയ്യിലൊരു ലോട്ടറി ടിക്കറ്റ് പിടിക്കുക. അതൊരു ഫിസിക്കൽ കണക്ഷൻ തരും. 4, ആ വാക്കുകൾ ഫീൽ ചെയ്ത് പറയുക, അതായി മാറുക. 5, അത് കിട്ടുന്നതിന് മുന്നേ തന്നെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുക. 6ാമത്തെ സ്റ്റെപ്പ്, ആ വിജയിയുടെ ഫീലിംഗ് ദിവസം മുഴുവൻ കൂടെ കൊണ്ടു നടക്കുക.
7 കിട്ടുന്ന പണം കൊണ്ട് എന്ത് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യുക. 8 കിട്ടുമോ കിട്ടില്ലയോ എന്ന് ടെൻഷൻ വേണ്ട, വിശ്വസിക്കുക, എന്നിട്ട് വിട്ടുകൊടുക്കുക. 9 ജീവിതത്തിലെ ചെറിയ ചെറിയ വിജയങ്ങളെപ്പോലും ആഘോഷിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട 10ാമത്തെ കാര്യം, ഇതെല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്യുക. സ്ഥിരതയാണ് ഇവിടത്തെ കിങ്. ഹെലൻ ഈ രീതി ഉപയോഗിച്ചത് ലോട്ടറി അടിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല. കാറുകൾ, വെക്കേഷൻ ട്രിപ്പുകൾ, എന്തിന് ഒരു വീട് വരെ അവർ ഈ രീതിയിൽ സ്വന്തമാക്കി. സംഭവം സിമ്പിളാണ്. നിങ്ങളുടെ വാക്കുകൾ, വികാരങ്ങൾ, വിശ്വാസം ഇതെല്ലാം ഒരേ ലൈനിൽ കൊണ്ടുവരിക. പിന്നെ മാജിക് സംഭവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോ ഹെലൻ ഹഡ്സലിന്റെ ആ സീക്രട്ട് ഫോർമുല ഇപ്പോ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി ചോദ്യം ഇതാണ്, നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ വിശ്വസിച്ച് അടുത്ത വിജയിയാവാൻ നിങ്ങൾ റെഡിയാണോ? ഒരുപക്ഷേ ഈ യാത്രയിലെ ഏറ്റവും വലിയ ജാക്ക്പോട്ട് പണമല്ലായിരിക്കാം, മറിച്ച് നിങ്ങളിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആ വിശ്വാസമില്ലേ, അതായിരിക്കും. നിങ്ങളുടെ ജാക്ക്പോട്ട് യാത്ര ഇതാ ഇവിടെ തുടങ്ങുന്നു.